ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ റൂബി? ഹലോ, കേൾക്കുന്നില്ലേ അല്ലേ? കേൾക്കുന്നുണ്ടടാ. ക്ലിയർ ആണ്, എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മെഡിറ്റേഷനിലൂടെ സിമ്പിളും മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് കംഫർട്ടായിട്ട് ഇരിക്കുക, നട്ടെല്ല് നിവർത്തി ഫ്രീ ആയിട്ട് ഇരിക്കുക. സ്ലോലി ക്ലോസ് യുവർ ഐസ്. ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുന്ന റൂം എല്ലാം ഒന്ന് ഫീൽ ചെയ്യാം. ദെൻ ശ്വാസം എടുക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത ശേഷം പുറത്തോട്ട് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ഉള്ളിലേക്ക് കടക്കുന്നതായും അത് ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതായും ഫീൽ ചെയ്യുക. ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ശരീരത്തിലുള്ള എല്ലാ പെയിനും എല്ലാ നെഗറ്റീവ് തോട്ട്സും എല്ലാം ഒരു കറുത്ത പുകയായി പുറത്തോട്ട് വന്ന് അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെ ഫീൽ ചെയ്യുക. Take a deep breath. Hold on. And breathe out slowly. Take a deep breath. Hold on. And breathe out slowly. Take a deep breath. Hold on. And breathe out slowly. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ രീതിയിൽ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസത്തിൽ തന്നെ അല്പസമയം കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായി ഫീൽ ചെയ്യാം. അത് ഒരു മനോഹരമായിട്ടുള്ള ഗാർഡൻ ആവാം, അല്ലെങ്കിൽ ഒരു പുഴയുടെയോ നദിയുടെയോ തീരത്താവാം. വാട്ടെവർ ഇറ്റ് ഈസ്, എവിടെയായാലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്നതായി ഫീൽ ചെയ്യാം. നല്ല തണുത്ത കാറ്റ് നിങ്ങളിൽ തഴുകിക്കൊണ്ട് കടന്നു പോകുന്നുണ്ട്. ശരീരം മൊത്തം ആ കാറ്റിന്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരീരത്തോടൊപ്പം തന്നെ മനസ്സിനെയും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണാവുന്നതാണ്. ആ പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുന്ന സമയത്ത് ഉള്ളിൽ വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. ആ പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലത്ത് ഇരിക്കാവുന്നതാണ്. പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓരോ അനുഗ്രഹത്തെ കുറിച്ചും ചിന്തിക്കുക. എന്നിട്ട് ഓരോ അനുഗ്രഹത്തിനും ഗ്രേറ്റ്ഫുൾ ആവും. എൻ്റെ ശരീരത്തോട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോടും
ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു. നല്ല നല്ല ചിന്തകൾക്ക് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ കണ്ണിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കണ്ണുപയോഗിച്ച് എൻ്റെ ചുറ്റിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഞാൻ കണ്ട എല്ലാ നല്ല നല്ല കാഴ്ചകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു. എൻ്റെ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കാതുകൾ ഉപയോഗിച്ച് ഞാൻ കേട്ട എല്ലാ നല്ല നല്ല കാര്യങ്ങൾക്കും നല്ല നല്ല ശബ്ദങ്ങൾക്കും അറിവുകൾക്കും എല്ലാത്തിനും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ കൈകൾക്ക് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കൈകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്ത എല്ലാ നല്ല നല്ല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ കാലുകൾക്ക് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഞാൻ നടന്ന എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ശരീരത്തെ താങ്ങി നിർത്തുന്നതിൽ എൻ്റെ കാലുകളോട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും എനിക്ക് കൃത്യമായ രീതിയിൽ സൃഷ്ടിച്ചു തന്നു, കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നു. എൻ്റെ സൃഷ്ടാവിനോട് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ വാഹനത്തിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ഫാമിലിയോട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ പാരൻസിനോട്, എല്ലാവരോടും, എൻ്റെ ചുറ്റിലുമുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ചുറ്റിലും എന്നെ സഹായിക്കുന്ന, എന്നെ ജീവിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളോടും, എല്ലാ ജീവികളോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ജീവിതം, എൻ്റെ ജീവനും, എൻ്റെ ശരീരവും, എൻ്റെ ചുറ്റുപാടുകളും, എൻ്റെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച എൻ്റെ ക്രിയേറ്ററിനോട് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഞാൻ ഫോക്കസ് ചെയ്ത് ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നന്ദി പറയുന്നു. ഇനി അല്പസമയം നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കും. ഓരോ അനുഗ്രഹങ്ങളും മൈൻഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഓരോ അനുഗ്രഹങ്ങൾക്കും സൃഷ്ടാവിനോട്, ദൈവത്തിനോട് നന്ദി പറയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം തന്നു, ഈ ഒരു ലൈഫ് ആസ്വദിക്കാനുള്ള ഒരു അവസരം തന്ന ക്രിയേറ്ററിനോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അല്പസമയം ആ അവസ്ഥയിൽ തുടരാവുന്നതാണ്.
ഇനി നമുക്ക് ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ശ്വാസത്തിൽ ഫോക്കസ് കൊണ്ടുവരും. Then take a deep breath. Hold on. Breathe out slowly. Take a deep breath. Hold on. Breathe out slowly. Take a deep breath. Hold on. Breathe out slowly. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് 2 കൈകൾ പരസ്പരം കൂട്ടിത്തിരുന്ന് ചൂടാക്കിയ ശേഷം കണ്ണുകളിൽ വെച്ച് പുറത്തു വരാം. എല്ലാരും ഓക്കെ ആയോ? മെഡിറ്റേഷന് പുറത്ത് വന്നു? ഓക്കെ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും? പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനൊന്നും ഒരു മടിയും വേണ്ട. പുറത്തുനിന്ന് വേറെ ആരും ഇല്ല. അതുകൊണ്ട് അതിലൊരു മടിയും വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം അല്ലെ? ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്, നമ്മൾ നോമ്പിന്റെ മുന്നേ ഒരു സെഷൻ ചെയ്തിരുന്നു, ഫോർഗീവ്നെസിന്റെ ഒരു സെഷൻ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷനും നോമ്പിന്റെ മുന്നേ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. എന്തായാലും അത് നോമ്പിനൊരു ബ്രേക്കിന് ശേഷം നമ്മൾ സെഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന്. ഇപ്പൊ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പോസ്റ്ററിൽ കൊടുത്തത് അല്ലെ? ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷനും കൂടിയാണ് ചെറുതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് വളരെ അധികമാണ് അല്ലെ? നമുക്ക് ഉള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പഠിച്ചോൻ തന്നെ പറഞ്ഞു നമ്മളോട് അങ്ങനെയാണ് അല്ലെ? ഉള്ളതിൽ നന്ദി കാണിക്കുമ്പോൾ കൂടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ലൈഫിൽ നമ്മളെ സന്തോഷം, ഹാപ്പിനെസ്, സമാധാനം അല്ലെ, പീസ്, ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളെല്ലാരും അല്ലെ? സന്തോഷം കിട്ടണം, സമാധാനം കിട്ടണം, വേറെ എന്തില്ലെങ്കിലും അതിനു വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. എവിടുന്നാ സമാധാനം കിട്ടുക, എവിടുന്ന് സന്തോഷം കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് ആളുകൾ വാങ്ങുവാനും അല്ലേ? പക്ഷെ നമ്മളെ സമാധാനവും സന്തോഷമൊക്കെ നമ്മളെ ഉള്ളിൽ തന്നെ. അപ്പൊ ആ ഒരു സമാധാനം നമുക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം നമുക്ക് സമാധാനവും സന്തോഷവും ലൈഫിലേക്ക് വരും എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു കാര്യം നോക്കുകയാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? എല്ലാ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ? ഒന്നുകിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിരിക്കാം. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാത്ത, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, 100% പെർഫെക്റ്റ് ആണ്, എനിക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ? ആരെങ്കിലും ഇല്ല അല്ലെ? എന്തെങ്കിലും ഒരു പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ആ ഒരു പ്രയാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം മൈൻഡ് മുഴുവനായിലേക്ക്, എനിക്ക് ഇതില്ലാലോ, എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലെ ഒരു പ്രയാസം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വിലപിച്ചിരിക്കാൻ നമുക്ക് എന്തെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അതിന് പകരം നമ്മളെ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ? നമുക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാണ്, എൻ്റെ കൈയിന്റെ വിരലിന് ഒരു മുറിവ് പറ്റി.
കൈന്റെ വിരലിനൊരു മുറിവ് പറ്റിയാല് നമുക്കറിയാലേ, സ്വാഭാവികമായിട്ട് 5 വിരലുണ്ടെങ്കിലും അതിൽ ഒരു വിരലിന് എന്തെങ്കിലും ചെറിയ പ്രയാസം പറ്റിയാൽ ബാക്കിയുള്ള ആ കൈ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ വിരലല്ലേ, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, പഠിച്ചോനെ എനിക്ക് കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ, ഈ ഒരു കൈയിന്റെ ഉപയോഗം ഫുള്ള് ഇതാ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആകെ ഡൗൺ ആയി പോവുകയുള്ളൂ അല്ലെ. അതിന് പകരം ഞാൻ ചിന്തിക്കാം, എന്റെ ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള കൈക്കൊക്കെ എനിക്ക് മറ്റേ കൈ കൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കണ്ണുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ചെവിയുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഈ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുന്ന സമയത്ത് നമുക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നു അല്ലെ. നമ്മളെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട് അല്ലെ, വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് പോരായ്മകൾ ഉള്ള. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കൈയില്ലാത്ത ആളുകളും നൂറ് ജലീല അതിനെ പോലെയുള്ള ആളുകൾ, എന്താ പറയാ, എപ്പോഴും എന്താ പറയാ ഓലെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അല്ലെ. എനിക്ക് ഇങ്ങനെ പോരായ്മകൾ ഉണ്ട്, വൈകല്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ഒരുത്തൽ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും എത്തുമോ? ഇല്ല, ഒരിക്കലും എത്തൂല. ആ വൈകല്യത്തിനെ മറികടക്കാൻ വേണ്ടിട്ട് നമ്മളോട് പഠിച്ചോൻ തന്നെ പറയുന്നില്ല, നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തു വെക്കുമ്പോ 10 സ്റ്റെപ്പ് നമ്മളിലേക്ക് അടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ മുന്നിൽ ഏത് കാര്യത്തിനായാലും, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എന്ത് കാര്യം ആയിക്കോട്ടെ, അത് നമ്മളൊരു പഠനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യമായാലും നമ്മൾ അതിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളെ മുന്നിൽ എന്തുണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മള് എന്ത് തീരുമാനിക്കുന്നത്, നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നുമില്ല. ആ തടസ്സത്തിനെ കണ്ടിട്ട് നമ്മൾ ബാക്കോട്ട് വലിയാണെങ്കിൽ അവിടെ ഫ്ലോപ്പായി, പിന്നെ മുന്നോട്ടൊരു പ്രയാണമില്ല. നേരെ മറിച്ച് ആ ഒരു തടസ്സത്തിനെ നമ്മൾ മറികടക്കാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി, ജസ്റ്റ് നമ്മളൊരു ചിന്ത അതിലേക്ക് പോയാൽ മതി, ഇത് ഞാൻ മറികടക്കും എന്നുള്ളൊരു ചിന്ത മുന്നോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഈസി ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതില് എന്താ പറയാ, എനിക്ക് ഈ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ അല്ലേ, അൽഹംദുലില്ലാ അല്ലെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ അത് നമുക്ക് ഈസി ആയിട്ട് വരും. അല്ലാതെ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ, അല്ലെ എന്റെ മുന്നിൽ ഇത്രയും ഒരു തടസ്സമുണ്ട്, എനിക്കിതൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മൾ തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് എന്തൊരു പ്രയാസം, എന്തൊരു പ്രശ്നം, എന്തൊരു തടസ്സം ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണാണ്. നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ചാൻസ്, ഒരു അവസരമായിട്ട് നമ്മൾ കാണുകയാണ്. പറയല്ലോ, പരീക്ഷണങ്ങള് എന്താ പരിശീലനങ്ങളാണ് അല്ലെ, മുന്നോട്ട് കുതിക്കാനുള്ള പരിശീലനങ്ങൾ. നമ്മളിപ്പോ ഓട്ട മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാക്കോട്ട് നോക്കിയിട്ടാണ് മുന്നോട്ട് ഓടുക അല്ലെ, സ്പീഡ് കൂടാൻ വേണ്ടി. അതേപോലെ നമ്മൾ റോക്കറ്റ് അല്ലെ ഒക്കെ വായിക്കുന്ന സമയത്ത് ബാക്കോട്ട് നോക്കിയിട്ടാണ്. അതേപോലെയാണ് നമ്മളെ ലൈഫിൽ നമുക്ക് ഉള്ള തടസ്സങ്ങള്, പ്രശ്നങ്ങള് എന്നുള്ളത്. അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പ്രയാസത്തിലേക്ക് നോക്കിയിട്ട് വിലപിക്കാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താണ്ട് നമ്മൾ എന്താക്കുക, അൽഹംദുലില്ലാ ആ ഒരു പ്രയാസത്തിന് ആ പ്രയാസത്തിന് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം എന്താ വെച്ചാൽ അതെന്തിനുള്ളതാ, ഒരിക്കലും നമ്മളെ സൃഷ്ടാവ് നമ്മളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളല്ല, ആ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാന്ന് മനസ്സിലാക്കി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിന് മാത്രമല്ല, വേറെ നമ്മളെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ, അനുഗ്രഹങ്ങളിലേക്കൊക്കെ നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറി, അതായത് ഒരു അബണ്ടൻസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുന്നതായിട്ട് നമുക്ക് കാണാം. ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ കഥ പറയുന്ന സമയത്ത് എനിക്കൊരു സ്റ്റോറി എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഒരു സ്റ്റോറി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലെങ്കിൽ അത് ഒരു നല്ലൊരു മെമ്മറി ആയിരിക്കും. അപ്പൊ ഒരു കഥയാണ്, കഥയിൽ ചോദ്യമല്ല എന്നാണല്ലോ, അപ്പൊ അത് ജസ്റ്റ് നമുക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഒരു വ്യക്തി എന്താ പറയുക, ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുക.
അതായത് പഠിച്ചവന്റെ അടുത്തേക്ക് ക്രിയേറ്ററിന്റെ അടുത്തേക്ക് പോവുക. പോകുന്ന സമയത്ത് രണ്ടാളുകളെ കണ്ടുമുട്ടും. ഒരാളെ കണ്ടുമുട്ടും. അയാള് നല്ല ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അയാൾ ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് സമ്പത്തും നല്ല ആരോഗ്യവും വീടും വാഹനവും ഒരുപാട് ബിസിനസ്സും അങ്ങനെ ഭയങ്കര സെറ്റപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അയാള് നല്ല ഹാപ്പി ആയിരിക്കും. ഇയാളെ കാണും, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. ഞാന് ദൈവത്തിന്റെ അടുത്തേക്ക് പോവുക, ദൈവത്തിനെ കാണാൻ. അപ്പൊ ആള് പറയും, ഞങ്ങള് ദൈവത്തിനെ കാണാൻ പോവല്ലേ, ഏതായാലും എന്റെ ദൈവത്തിനോട് പറയും. ആയിക്കോട്ടെ, എന്താ പറയേണ്ടത്? എനിക്കൊന്നുമില്ല, എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട്, ഞാനാണെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയി, ഇനി എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് പറ്റൂല ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്. അതുകൊണ്ട് എനിക്ക് എന്താക്കാണ്, ഇനി തരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയണം, എനിക്ക് ഇത്രയും മതി, ഇതന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞ അയാൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കും. കുറച്ച് നടന്നിട്ട് കുറച്ചപ്പുറത്തിയ സമയത്ത് ഒരാളുണ്ടാവും. ആള് ആകെ മുഖമൊക്കെ ഇരുണ്ട്, ഒരു സന്തോഷവും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ആകെ ഇട്ടതൊരു മുണ്ട് മാത്രമായിരിക്കും. മുണ്ട് എന്ന് പറയുമ്പോ എന്താ പറയാ, മുണ്ട് തുണി എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോ പ്രയോഗമായിരിക്കൽ. അപ്പൊ വേറൊന്നുമില്ല, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ആളാകെ സങ്കടത്തില. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഞാന് ദൈവത്തിനെ കാണാൻ പോവാന്നറിയും. അന്നേരം ആള് പറയും, ഏതായാലും ഇനി ദൈവത്തിനെ കാണാൻ പോവല്ലേ, എന്നാ ഇനി ദൈവത്തിനോട് എന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണം എന്നറിയും. അപ്പൊ എന്താ നിങ്ങളെ കാര്യം പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല, എന്റെ അടുത്ത് ആകെ ഉള്ളത് ഈ ഉടുത്ത മുണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. ഭക്ഷണമില്ല, വീടില്ല, ഒന്നുമില്ല എൻ്റെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ വേണ്ടിയിട്ട് ദൈവത്തിനോടൊന്ന് പറയണം എന്ന്. ഓക്കെ എന്ന് പറഞ്ഞ ആള് പോവും. ആള് ദൈവത്തിനെ കണ്ട് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് ഈ ധനികനായ വ്യക്തിനെ കാണും. അപ്പൊ ദൈവത്തിനെ കണ്ണിനെ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ പറയും, പറഞ്ഞിട്ടുണ്ട് എന്നറിയും. അപ്പൊ പറയും, ആളോട് പറയുന്നത്, എന്ത് പറഞ്ഞ ദൈവം എന്നറിയും. നിങ്ങൾ എന്തോ ഒരു കാര്യം ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ തരുമ്പോ എന്തോ ചെയ്യുന്നുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആള് പറയും, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പറയുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ അതെങ്ങനെയാന്ന് എനിക്ക് അതിന് പറ്റുക? ഒരിക്കലും എനിക്ക് ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കാണ്ട് നന്ദി പറയാണ്ട് നിൽക്കാൻ പറ്റൂല എന്നറിയും. ഇത് പറഞ്ഞ് സ്റ്റോപ്പ് ആക്കുന്നതിന്റെ മുന്നേ തന്നെ ഇയാളെ വീടും എല്ലാം എന്തായി മാറും, സ്വർണ്ണായി മാറുന്നു. സ്വർണത്തിന്റെ വീടും സ്വർണത്തിന്റെ വാഹനങ്ങളൊക്കെ ആയി മാറും. അങ്ങനെ ഇയാള് ദൈവത്തിനെ സന്ദർശിച്ച് വന്ന ആള് കുറച്ച് നടക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു വ്യക്തിനെ കാണും. അപ്പൊ എന്ത് പറഞ്ഞ് എന്റെ ദൈവം? അപ്പൊ പറയും, നിങ്ങളോട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ പറയും, എനിക്ക് നന്ദി പറയാൻ എന്തെന്നാ ഉള്ളത്? ഈ ഉടുത്ത മുണ്ടല്ലാതെ എനിക്ക് ഒരു അനുഗ്രഹവും ഇല്ലാലോ, പിന്നെ ഞാൻ എന്തിനാ നന്ദി പറയുന്നത്? അത് പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ ആ ഉടുത്ത മുണ്ട് കാറ്റില് പറന്നിട്ട് പോകുന്നുള്ളത്. അപ്പൊ അത് ഇതൊരു കഥയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള, ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ ഉണ്ടാവും, എന്തുണ്ടെങ്കിലും എപ്പോഴും ഇല്ലായ്മ തന്നെ പറയുന്ന ആളുകൾ അല്ലെ. ഓൾക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓലിങ്ങനെ പറയുകയും ചെയ്യും, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളും വരുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. ആ എപ്പോഴും ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം ഉണ്ടാകണേ നമുക്കൊരു സംതൃപ്തി വേണ്ടേ, എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള, അല്ലെ എനിക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ ഇവർ ഒരിക്കലും ഹാപ്പിയിലായിരിക്കില്ല, എപ്പോഴും പ്രയാസപ്പെട്ടുണ്ടായിരിക്കും. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് ആരോഗ്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര നമ്മൾ കൊടുത്താലും എത്ര കിട്ടിയാലും അവർക്ക് ഒരു എന്താ പറയാ, ഒന്നും ഒരു പൂർത്തിയാകില്ല. ഈ ഇല്ലായ്മ തന്നെ. ഇപ്പൊ പൈസ ആണെങ്കിൽ ഒരുപാട് കിട്ടിയാൽ അത് ഏതെങ്കിലും രീതിയിൽ അത് തീർന്നു പോകുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ഉണ്ടാവും, ചില ആളുകൾ ഉണ്ടാവും, നമ്മൾ പറയും പോലെ എത്ര ഇല്ലെങ്കിലും ഭയങ്കര ഉള്ളത് പോലെ സംസാരിക്കുന്നവരുണ്ടാവും അല്ലെ. നമ്മൾ പറയും ഭയങ്കര പൊങ്ങച്ചം പറയാണ്. ചില ആളുകൾ അങ്ങനെ പറയും, ഭയങ്കര ഒന്നുമില്ല എന്നാലും വർത്താനത്തിനൊരു കുറവുമില്ല, ഭയങ്കരാന്ന് പറയാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടാവും.
ഒന്നിനൊരു പ്രയാസമില്ലാതെ സ്മൂത്തായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതാണ്. മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതിന്റെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. അതായത് നമ്മളുള്ള അനുഗ്രഹങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, നമ്മളെ കണ്ണ്, ഈ കണ്ണ് കൊണ്ട് നമ്മൾ എന്തൊക്കെ എല്ലാ സംഭവങ്ങളും കാണുന്നില്ലേ, കണ്ണ് കാണുന്നില്ലേ, കളറുകൾ കാണുന്നു, ഭംഗി, ഒരു പൂവിന്റെ അല്ലെ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കണേ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലേ മനസ്സിലാക്കും. അപ്പൊ നമ്മളെ ഡാറ്റകൾ നമ്മളെ മെമ്മറിയിലേക്ക് പോകുന്നത് വരെ 83% കാഴ്ചയിലൂടെ അല്ല കണ്ണിലൂടെയാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കണ്ണിൽ ഒരു ഇത്തിരി ഒരു പൊടി പോയാല്, പൊടി പോയിട്ട് കുറച്ച് സമയം കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോ അതിന്റെ നമുക്ക് പേടിയാവും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും, അല്ലെ ഡോക്ടർ പറയാ കണ്ണിൽ ഒരു കുത്ത് വീണിക്ക് അല്ലെ ഒരു മുറിവ് വീണിക്ക്, അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ ടെൻഷനില്ല. അതുവരെ നമുക്ക് ആ ഒരു കണ്ണിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയില്ല. കണ്ണെല്ലാവർക്കും ഉണ്ട്, കാണുന്നുണ്ട്, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പക്ഷെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കണ്ണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണേ. കണ്ണിന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തില് ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാ, അതിനെക്കുറിച്ച് പരാതി പറയാൻ സങ്കടപ്പെടുന്നതിന് പകരം അത് ഉള്ള സമയത്ത് നമ്മൾ അതിന് ദൈവത്തിനോട്, സൃഷ്ടാവിനോട് നന്ദി പറയുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ആ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ജന്മനാ കാഴ്ച ഉണ്ടാവൂല അല്ലെ, എത്ര ഒരു പ്രയാസാണ് ആ ഒരു ലൈഫ് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും, നമുക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, പിന്നെ റിലേഷൻഷിപ്പ് പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അതൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെ. എത്ര സാമ്പത്തിക പ്രശ്നം തന്നെ നമുക്ക് വരുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് നമ്മള് എത്ര കോടിക്കണക്കിന് രൂപന്റെ സ്വത്താണ് നമ്മളെന്ന് പറയുന്ന നമ്മളെ ശരീരം തന്നെ. ഞാനെന്ന് പറയുന്ന അല്ലെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എത്ര, നമ്മളെ കണ്ണ് ഞാൻ പറഞ്ഞുതരാം, ഒരു കോടി രൂപ തരാം, കണ്ണ് തരുമോന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? 1 കോടി രൂപ പകരാവൂല നമ്മളെ കണ്ണ് എന്നുള്ളത് അല്ലെ. അതേ ഓരോ അവയവത്തിൽ എത്ര, നമ്മളെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ചെറിയ പ്രയാസം വന്നാല് നമ്മള് എന്താ പറയാ, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര ആളുകളെ മുന്നിൽ എരന്നിട്ടായാലും അത് തിരിച്ചെടുക്കുക, അതിന്റെ അത് റെഡി ആവുന്നുണ്ട് നമ്മൾ അതുവരെ ചെയ്യൂലേ, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ അത്രയും അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം പഠിച്ചവൻ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മള് ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. കാരണം അത്രയും ഖുറാനിൽ പറയുന്നുണ്ട് അല്ലെ, 300 കോടി മുതൽ 600 കോടി ബീജങ്ങളാണ് ഒരേ സമയത്ത് ഉണ്ടാകുന്നത്. അതില് ഒറ്റൊരു ബീജാണ് ഒരു അണ്ടുമായിട്ട് കൂടിച്ചേർന്നിട്ട് നമ്മൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ളത്. ഇത്രയും ബ്ലെസ്ഡ് ആയിട്ട് നമ്മളെ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവൂലല്ലോ അല്ലെ. നമ്മള് പറയുന്ന ഓരോ പരാതികളും ഒന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ. എന്തൊക്കെ പരാതികളാണ് നമ്മൾ പറയും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അതിന് വല്ലാണ്ട് പരാതി പറയും അല്ലെ. ദൈവത്തിനെ കുറ്റപ്പെടുത്തുക, എന്താ ദൈവമേ അല്ലെ, എന്താ പഠിച്ചോനെ എനിക്ക് ഇങ്ങനെ തന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അല്ലെ. അല്ലെങ്കിൽ ബാക്കിയെല്ലാം നമ്മള് സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എങ്ങനത്തെ കളിയൊന്നും കളിക്കുന്നില്ല, ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വേണ്ടാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്റെ ചുറ്റിലും ഒരുപാട് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് പിന്നെ അടിച്ചു പൊളിച്ച് പല ആളുകളെ പറ്റിച്ച് ആളുകളോട് മോശമായിട്ട് പെരുമാറി ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ ചുറ്റിലുണ്ട്. ഓൾക്കൊന്നും എന്തില്ല, ഓൾക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും. പക്ഷെ അതിന് പകരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കെ, എനിക്ക് ഈ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ,
ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റിലുണ്ട് അല്ലെ. ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട് അല്ലെ. പിന്നെ അല്ലെ സ്വതന്ത്രമായിട്ട് സ്വന്തം നാട്ടില് സ്വതന്ത്രമായിട്ട് പേടിയില്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലെ. നല്ല ഡ്രസ്സിങ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലെ. വേണ്ട ഭക്ഷണം പോലും കൃത്യമായിട്ട് കിട്ടാത്ത ആളുകളുണ്ട് അല്ലെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ, വിദ്യാഭ്യാസം കൃത്യമായിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെ. നമ്മളെ ഭൂമി എന്ന് പറയുമ്പോൾ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് അല്ലെ. അതിന്റെ ഒരു 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 മൈന്യൂട്ട് ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഏതൊക്കെ രീതിയിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ. യുദ്ധം നടന്നിട്ടും അല്ലെങ്കിൽ പട്ടിണിയായിട്ടും രോഗങ്ങളായിട്ടും പല പല രീതിയിലുള്ള ആളുകളെ പ്രയാസങ്ങൾ കാണും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മളെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മള് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പഠിച്ചോനെ അല്ലെ, ദൈവമേ അല്ലെ, പഠിച്ചോനെ എനിക്ക് ഇതല്ലേ ഉള്ളൂ, എന്റെ ചുറ്റിലും ഇതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്താണ് നമ്മൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മളെ മൈൻഡിലേക്ക് വരിക അല്ലെ. സമയത്ത് നമുക്ക് ഒരു പ്രയാസമുള്ളത് ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയാ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു നമുക്ക് മുന്നോട്ട് പറ്റും എന്നുള്ളത്. ഇപ്പൊ നമ്മള് എന്താ പറയാ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മളെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എന്താ പറയാ നമുക്ക് കുറഞ്ഞു വരും. നമ്മുടെ മൈൻഡ് ഒരു നല്ലൊരു സ്റ്റേറ്റിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിക്കൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഡെയിലി നമ്മള് ഓരോ ദിവസവും ഉണർന്നെണീക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അല്ലെ. ഒരുപാട് ആളുകൾ രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് രാത്രി ഉറങ്ങി ചെറിയൊരു മരണത്തിലേക്കാ അല്ലെ, ഉറക്കെന്ന് പറയുന്ന ചെറിയൊരു മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ പറ്റും ഒരു പുതിയ ദിവസം അല്ലെ. ഒരു ജീവിതത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ ഉണർന്നെണീക്കുന്നത്. അവിടുന്ന് തുടങ്ങ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. പിന്നെ ഓരോ കാര്യത്തിനും അല്ലെ, എത്രയോ ആളുകൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ജീവൻ ഉണ്ടെങ്കിൽ പോലും എണീക്കാൻ പറ്റാത്ത, കൈ അനക്കാൻ പറ്റാത്ത, കാലനക്കാൻ പറ്റാത്ത, അങ്ങനെ ഓരോ ദിവസവും അല്ലെ. ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല സന്തോഷത്തിൽ ഒരു ദിവസം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മളെ കൂടെ പിന്നെ പങ്കെടുത്തിട്ട് പോയതായിരിക്കും. പിറ്റേ ദിവസമായിട്ട് നമ്മള് കേൾക്കുന്നത് ഓൾക്ക് എന്തോ മാരകമായിട്ടുള്ള അസുഖമാണ് അല്ലെ, അല്ലെങ്കിൽ ഓൾക്ക് എന്തോ അപകടം പറ്റി, അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഒക്കെ എല്ലാത്തിലും ഒരു സമാധാനം ഉണ്ടാവും. ജീവിതത്തിൽ ഏതൊരു പ്രശ്നമായാലും ഏത് മേഖലകളിലുള്ള പ്രശ്നം എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളത്. നമ്മളൊരു പ്രശ്നം കാണുന്ന സമയത്ത് അത് എന്താ പറയാ ഇതിങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ ആകെ ഡൗൺ ആയി. ഈ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിൽ ഗ്രേറ്റ്ഫുൾ ആകുന്ന സമയത്ത് നമുക്കൊരു കൂടുതൽ എന്താ പറയാ ഒരു എനർജി കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെ പൊസിഷനും കൂടുതൽ ഉയരുന്നുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ കാര്യങ്ങളും എഴുതിയിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എനിക്ക് ഇന്ന അനുഗ്രഹം, എൻ്റെ കണ്ണിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും അല്ലെ. കാഴ്ചയുള്ള 2 കണ്ണുകൾ എനിക്ക് കിട്ടിയതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ ഒരു ഫോർമാറ്റ്. അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനെ ഡെയിലി നമുക്ക് 11 ടൈംസോ 21 ടൈംസോ 33 ടൈംസോ എത്ര വേണമെങ്കിലും എഴുതാം. അതൊരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളെ ഓരോ എന്താ പറയാ ഏത് മേഖലയിലായാലും നമ്മൾ ഏത് മേഖലയിലാണോ ഡൗൺ ആയിട്ട് നിൽക്കുന്നത്, ഏതൊരു റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട്
ഒരുപാട് ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു പ്രശ്നം. അപ്പൊ നമ്മള് ഓരോരുത്തരുള്ള നെഗറ്റീവ്സ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ അമ്മായിയമ്മ ആണെങ്കിലും നമ്മള് എന്താ പറയാ, ഓരങ്ങനെ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പോസിറ്റീവ് ഓരോരുത്തരുണ്ട് അല്ലെ. ആ പോസിറ്റീവ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, അത് മാഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മള് നന്മ മാത്രം, ഒരു വെളുത്ത ബോർഡ്, ഒരു വെള്ള ബോർഡ്, അതിലൊരു ചെറിയ കറുത്ത കുത്തുണ്ട്. നമ്മൾ ആ കറുത്ത കുത്തിലേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ആ കറുപ്പ് മാത്രമേ നമ്മൾ കാണുള്ളൂ, ചുറ്റുള്ള വെളുത്ത പ്രതലം ഒന്നും നമ്മൾ കാണൂല അല്ലെ. അതിന് നേരെ മറിച്ച് നമ്മള് ആ ഒരു വെളുത്ത പ്രതലത്തിലാണ് നമ്മൾ ഫോക്കസ് എങ്കിലോ കറുത്ത കുത്തൊരു ചെറിയ കുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെയാണ് എന്ത് നമ്മൾ റിലേഷൻഷിപ്പിലായാലും എന്ത് ചെയ്യാ, അവരിലുള്ള നന്മകൾ, ഇപ്പൊ മക്കളെ അടുത്താണെങ്കിലും ഒക്കെ എവിടെയാണോ, പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല റിലേഷൻഷിപ്പും ഉണ്ടാവും അല്ലെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ഇതേപോലെ ഇൻലോസും ആയിട്ടുള്ളത്, സിബ്ലിങ്സും ആയിട്ടുള്ളത്, മക്കളും ആയിട്ടുള്ളത്, ഫ്രണ്ട്സും ആയിട്ടുള്ളത്, ഏതായാലും അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിന് ഗ്രേറ്റ്ഫുൾ ആകും. അപ്പൊ നല്ല ഇതുണ്ടാവും. ചിലപ്പോ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളായിരിക്കും. പക്ഷെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവും. നമുക്ക് പിന്നെ എന്താ പറയാ, ദേഷ്യം പിടിക്കുന്നെങ്കിൽ കൂടിയിട്ട് നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറേ എന്താ പറയാ പോസിറ്റീവ് വശങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഓരോന്നും എടുത്തിട്ട് അത് എഴുതിയിട്ട് അതിനെ ഗ്രേറ്റ്ഫുൾ ആവുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അത് നമ്മള് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, നമ്മളിലും മാറ്റം ഉണ്ടാവും, നമ്മളെ ചുറ്റിലുള്ള ആളുകളിലും മാറ്റം ഉണ്ടാവും. അപ്പൊ ഏത് റിലേഷൻഷിപ്പ് ആണോ അതിൽ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മള് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എനിക്കില്ലാലോ, ഇപ്പൊ കണ്ടല്ലോ അല്ലെ, മറ്റുള്ളവർക്ക് കൂടുതൽ ഉണ്ടല്ലോ, എനിക്കില്ലാലോ, ഞാൻ എന്താ ഇങ്ങനെ ആയെന്നുള്ള ചിന്തിക്കാതെ നമ്മളെടുത്തും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ണ്, നമ്മളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മളൊന്ന് വില ഇട്ട് നോക്കുകയാണെങ്കിൽ, നമ്മള് 5 പൈസയും കയ്യിലില്ലെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മളെ ശരീരത്തിൽ ഓരോ അവയവം, ജസ്റ്റ് നമ്മളൊരു പല്ല് വരെയാണെങ്കിൽ, ഒരു പല്ലിനെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ദൈവം പഠിച്ച പല്ല് തന്നെ അല്ലെ. അതിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടാല് അത് അതേപോലെ ഒരിക്കലും വെക്കാൻ പറ്റില്ല. എന്നാലും അതിന് പകരം ഒരു സപ്പോർട്ടായിട്ട് ഒരു പല്ല് വെക്കണമെങ്കിൽ എത്ര എമൗണ്ട് വരും, അത് ചിന്തിച്ചാ പോരാ. അങ്ങനെ നമ്മളെ വായിലുള്ള ഫുള്ള് പല്ലിനെ ഒന്ന് നമ്മൾ വാല്യൂ കണക്കാക്കി നോക്ക് അല്ലെ. വാല്യൂ കണക്കാക്കി പല്ല് വെക്കുന്നതല്ല, ഒരിക്കലും ഒറിജിനൽ പല്ലിന്റെ 4 അയലത്ത് പോലും വെക്കാൻ പറ്റില്ല. അതിന്റെ യൂസ് ഒന്നും ഇതിന് കിട്ടൂല അല്ലെ. നമ്മൾ വെക്കുന്ന പല്ലാണെങ്കിൽ അത് പൊട്ടിപ്പോ ഒരു ഗ്യാരണ്ടിയും ഇല്ല. നേരെ മറിച്ച് നമുക്ക് പഠിച്ചോൻ തന്നെ നോർമൽ ആയിട്ടുള്ള പല്ലിന് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്താൽ അത് പൊട്ടിപ്പോവോ? ഇല്ല അല്ലെ. പക്ഷെ നമ്മള് അത് പകരം ഒരു പല്ല് വെക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്ന ആളുകൾ തന്നെ പറയും, നമ്മൾ അധികം കട്ടിയുള്ള സാധനങ്ങളൊന്നും കടിക്കരുത്, ശ്രദ്ധിക്കണം അല്ലെ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് തന്നെ നമ്മളെ എന്താ പറയാ, പല്ലിന്റെ വാല്യൂ തന്നെ നോക്കിയാൽ മതി. പല്ല് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ എത്ര സമ്പന്നയാണ് അല്ലെ. അങ്ങനെ കണ്ണ്, പിന്നെ മൂക്ക്, ശരീരത്തിൽ ഓരോ അവയവം, ചെറിയൊരു പ്രശ്നം വന്നാൽ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് വന്നാൽ ഇത്ര ലക്ഷമാണ് അത് സർജറി ചെയ്ത് ക്ലിയർ ആക്കണമെങ്കിൽ. അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഹൃദയം നമുക്കുള്ളത്, അതിന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത്. അത് ഏത് മേഖലയിലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ, ഒരു ബിസിനസ് പൊട്ടി അല്ലെ. ബിസിനസ് ഒക്കെ പൊട്ടുന്ന സമയത്ത് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും അല്ലെ. അപ്പൊ നമ്മള് എന്താ പറയാ, ബിസിനസ് പൊട്ടി, ബിസിനസ് നമുക്ക് എന്താ പറയാ ഇതാക്കി തന്നെ നമ്മളെ ക്രിയേറ്റർ ഇവിടെ തന്നെ ഉണ്ട്. ബിസിനസ് പൊട്ടി, നമ്മള് ഇനി അടുത്തത് എന്താ, അതെങ്ങനെ വീണ്ടും റെഡിയാക്കി കൊണ്ടുവരാന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മള് എന്തായാലും എനിക്കിനിയും അവസരങ്ങൾ ഉണ്ടല്ലോ അല്ലെ.
അപ്പൊ ഇത്രയല്ലേ പ്രശ്നം വന്നിട്ടുള്ളൂ, ഇത്രയല്ലേ നഷ്ടം വന്നിട്ടുള്ളൂ. അത് അതിന് ദൈവത്തിനോട് ഗ്രേറ്റ്ഫുൾ ആകും അല്ലെ. അപ്പൊ അതിൽ കൂടുതൽ തരാനുള്ള കഴിവും ആർക്കുണ്ട്? നമ്മളെ സൃഷ്ടാവിനുണ്ട് അല്ലെ. ആ ഒരു പ്രതീക്ഷയില് ആ വന്ന പ്രയാസത്തിന് ആ ഒരു ബിസിനസ് അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ. അപ്പൊ ചിലപ്പോ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മള് പ്രയാസങ്ങൾ വരുമ്പോ പരാതി പറഞ്ഞ് വിലപിക്കുന്നുണ്ടോ നോക്കേണ്ടിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആകുന്ന സമയത്ത് നമുക്ക് അത് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കല് നമുക്ക് ഈ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ കഴിവും നമ്മളെ കഴിവാണോ അല്ല അല്ലെ. ദൈവം നമുക്ക് അതിനുള്ള പ്രാപ്തിയും സാഹചര്യങ്ങളും എല്ലാം തന്നത് കൊണ്ടാണ് നമുക്ക് അത് ആ ബിസിനസ് അത്രയും ഉയർത്തിക്കൊണ്ടുവരാൻ. ആ അത് പിന്നെ പെട്ടെന്ന് താണു പോകുന്ന സമയത്ത് വീണ്ടും ഉയർത്താനുള്ള കഴിവ് എന്തുണ്ട്? ആദ്യം നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവ് തന്നെ നമ്മളെ ക്രിയേറ്ററിനുണ്ട് എന്നുള്ള ബോധ്യത്തില് നമ്മൾ ആ ഒരു പ്രയാസത്തിന് ഓവർകം ചെയ്യുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഓവർകം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, അത് ഈസി ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറെ ആളുകളെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബിസിനസ് ഒക്കെ തകർന്ന് എന്താ പറയാ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിട്ടും വീണ്ടും എന്താ പറയാ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിട്ട് ആദ്യത്തേനേക്കാളും 10 മടങ്ങ് ഉയരങ്ങളിലെത്തിയ ആളുകളെ കഥകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ എന്താ പറയാ ഏത് മേഖലയിലാണെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും നമ്മൾ കൂടുതൽ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നതിനനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മളൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 days ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൃത്യമായിട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ മൈൻഡ് ഒരുപാട് എന്താ പറയാ സമാധാനവും സന്തോഷവും ഉണ്ടാവും. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഇതല്ലേ ഉള്ളൂ, എനിക്ക് വേറെ എന്തൊക്കെ ഉണ്ട്, ആ ഒരു ഇതിന് താങ്ക് യു എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് ഒരു ശീലമാക്കിയാൽ ഇതിനേക്കാൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല, പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടായത് കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും ഗ്യാരണ്ടിയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്തതാണ്, പറഞ്ഞാലും മനസ്സിലാവാത്തതാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കുക, റിസൾട്ട് ഷെയർ ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ എൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും താങ്ക് യു മീന മാം. കുറെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അറിയുന്ന കാര്യമാണെങ്കിലും കുറച്ചൊക്കെ ആ കഥയൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു, നിങ്ങൾ പറഞ്ഞ കഥ. താങ്ക് യു.
ഇതൊരു മറന്നു പോവാത്തൊരു കഥയാണ്. ഉം. കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?